എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്ത്. ക്രിസ്ത്യാനികളെ ശ്രദ്ധിക്കുന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളെ ശ്രദ്ധിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും എല്ലാ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും എല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളും. ഇന്നത്തെ വീഡിയോ എന്താണ് ആരാധന, ദൈവത്തെ എങ്ങനെ ആരാധിക്കാം, ദൈവത്തെ ആർക്കൊക്കെ ആരാധിക്കാം എന്നുള്ള വിഷയത്തെ പറ്റിയുള്ള ഒരു വീഡിയോയാണ്. ഈ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രേരണ യൂട്യൂബിൽ വളരെ 10 വർഷത്തോളമായി സജീവമായി നിൽക്കുന്ന ഡാനിയേൽ ഇടിച്ചെറിയ എന്ന് പറയുന്ന വളരെ പ്രായമേറിയ ഒരു സഹോദരൻ്റെ ചില വീഡിയോകൾക്ക് വേണ്ടിയാണ്. ഞാനൊരു മാസം മുമ്പാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണുവാനിടയായി. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പല വിഷയങ്ങളും സംസാരിക്കുന്ന അദ്ദേഹം, എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ ഇഷ്ടം തോന്നി. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അതിനുശേഷം എൻ്റെ വീഡിയോകൾ അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങി. അതിനുശേഷം അദ്ദേഹം എന്നെ വളരെയധികം പരാമർശങ്ങൾ കൂടി വീഡിയോകൾ ഇറക്കിയിരുന്നു. അതിൽ ചില ദൃശ്യങ്ങൾ നമുക്ക് ഒന്ന് കാണാം. 11 അധ്യായത്തിന്റെ 26 വാക്യം. ആകയാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയവത്തിനൊക്കെയായി ഉതകട്ടെ. കൂടി വരുമ്പോൾ ആരാധനയ്ക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടി വരുന്നത്. എന്നാൽ ഈ അജിത് ബ്രദറിന്റെ ആ പെന്തക്കോസ്തുകാരെ കുറിച്ചുള്ള അഭിപ്രായം തെറ്റാണ്. കാരണം യഥാർത്ഥത്തിൽ സത്യത്തിനും ആത്മാവിനും ആരാധിക്കുന്നതാകുന്ന ദൈവമക്കൾ പെന്തക്കോസ്തുകാരാണ്. അന്യഭാഷയുണ്ട്, സങ്കീർത്തനമുണ്ട്, പ്രബോധനമുണ്ട്, ഉപദേശമുണ്ട്, തിരുവത്താഴമുണ്ട്, അതുപോലെ തന്നെ സാക്ഷ്യമുണ്ട്. ഇവയെല്ലാം കൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അജിത് ബ്രദറായിട്ട് പെന്തക്കോസ്തുകാർക്ക് ആരാധന എന്തെന്നുള്ള അറിയത്തില്ലെന്ന്. പെന്തക്കോസ്തുകാർക്ക് ആരാധന അറിയാം, അവരാ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആരാധന. അജിത് ബ്രദറിന് അത് മനസ്സിലാകുന്നില്ല. അജിത് ബ്രദർ പഴയ നിയമം എടുത്തുകൊണ്ട് പ്രസംഗിക്കുകയാണ്. പഴയ നിയമം ക്രിസ്തുവിന്റെ കാവൽ ക്രൂശിലെ പൂർത്തീകരണത്തോടുകൂടി പഴയ നിയമത്തിന് എന്ത് എന്ന് ചോദിച്ചാല് നീക്കം വന്നു. പഴയ നിയമ ആരാധനയല്ല. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാല്, ഏനോസിന്റെ കാലത്ത് യഹോവ നാമത്തിലുള്ള ആരാധന ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാല്, പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തില് നമ്മൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുകയാണ്. അത് ഈ അജിത് ബ്രദറിന് മനസ്സിലാകുന്നില്ല. പെന്തക്കോസ്തുകാരാണ് യഥാർത്ഥത്തിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആരാധന. അത് പൗലോസ് ജാതികൾക്ക് കാണിച്ചു കൊടുത്ത ആരാധനയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആരാധിക്കുന്നത്. എന്നാൽ മറ്റുള്ള സഭകള്, പ്രൊട്ടസ്റ്റന്റ് സഭകളും മറ്റുള്ള സഭകളൊക്കെ അവരൊക്കെ എന്ന് ചോദിച്ചാല് അവർക്ക് എഴുതപ്പെട്ടതാകുന്ന ഒരു പ്രമാണമുണ്ട്, ഒരു ആരാധന ക്രമമുണ്ട്. അത് വായിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്. എന്നാൽ പെന്തക്കോസ്തുകാരുടെ ആരാധനയിലെ രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ പുറത്താകുന്നു, മുടന്തർ നടക്കുന്നു, ഊമർ സംസാരിക്കുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് പെന്തക്കോസ്ത് ആരാധനയാണ്. ഈ അജിത് ബ്രദറിനെ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് അജിത് ബ്രദർ എന്ത് ചെയ്യുന്നത്, പെന്തക്കോസ്തുകാരെ കുറ്റം പറയുന്നത്. പെന്തക്കോസ്തുകാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്നാൽ പഴയ നേരത്തെ പെന്തക്കോസ്തുകാർ വളരെ അത്ഭുതം, ഇപ്പോഴൊന്ന് വളരെ നല്ല രീതിയിൽ ആരാധിക്കാറ്. ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു പാട്ട്, ഒരു സ്തോത്രം, ഒരു ഹല്ലേലൂയ, അവർക്ക് ദശാംശം എടുക്കുന്നതിനും സ്വത്രാംശം എടുക്കുന്നതിനുള്ള ധൃതിയാണ്. പണത്തിന് വേണ്ടി ഓടുകയാണ് ഇന്നത്തെ പെന്തക്കോസ്ത് പാസ്റ്റർമാർ. അതിനാലാണ് പെന്തക്കോസ്ത് സഭ എന്ത് ദൂഷിക്കപ്പെടുന്നത്. നമ്മൾ പണത്തിനായിട്ട് പോകരുത്. ഭവന്മാരായ പാസ്റ്റർമാരെ സഭയിൽ നിന്നും മാറ്റിയിട്ട് ആത്മാക്കളെ വളർത്തുവാൻ തക്കവണ്ണം, ആത്മീയ ആഹാരം കൊടുക്കത്തക്കവണ്ണമുള്ള ആത്മീയ പാസ്റ്റർമാരെ സഭകളിലാക്കണം. അപ്പോഴാണ് വിശ്വാസികൾ എന്ത് ചെയ്യുന്നത്, ആത്മീയ ശക്തി പ്രാപിച്ച് ഉന്മേഷം പ്രാപിച്ച് കർത്താവിന്റെ വരവിൽ പോകുവാനായിട്ട്. അജിത് ബ്രദറിന്റെ ആ ഉപദേശം തെറ്റാണ്. പെന്തക്കോസ്തുകാരാണ് യഥാർത്ഥ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ആരാധന എന്നുള്ളത് പെന്തക്കോസ്തുകാർക്ക് അറിയില്ല, ആരാധന എന്ന വാക്കിന്റെ അർത്ഥം പോലും പെന്തക്കോസ്തുകാർക്ക് അറിയില്ല എന്ന് ഞാനൊരു കമന്റ് ഇട്ടിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം നിരന്തരം ഇതുപോലെ വീഡിയോകൾ പുറത്തിറക്കിക്കൊണ്ടിരുന്നത്. കാരണം പെന്തക്കോസ്തുകാർക്ക് ആരാധിക്കുവാൻ അറിയില്ല എന്നും ആരാധന എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല എന്ന് പറയുവാനുള്ള കാരണം ഞാനൊരു പെന്തക്കോസ്തുകാരനായിരുന്നു.
ഞാൻ 3.5 വർഷം പെന്തക്കോസ്ത് സഭകളിലുണ്ടായിരുന്നു. ആദ്യത്തെ 1 വർഷം അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന സഭയിലും 1 വർഷം ഇന്ത്യ പെന്തക്കോസ്ത് സഭ എന്ന സഭയിലും, ഇത് രണ്ടും നിലമേൽ ദേശത്തുള്ള സഭയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. പിന്നൊന്ന് IGC ഇന്റർനാഷണൽ ഗോസ്പൽ ചർച്ച് എന്ന സഭയിലും ഞാനുണ്ടായിരുന്നു. ബാക്കിയുള്ള 6 മാസം നിങ്ങളുടെ ഉപദേശം തെറ്റാണ്, നിങ്ങളുടെ ഈ ആചാര അനുഷ്ഠാനങ്ങൾ വചനത്തിന് വിരുദ്ധമാണെന്ന് ഞാൻ ഉപദേശിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. അന്ന് സോഷ്യൽ മീഡിയ എത്ര സജീവമല്ലായിരുന്നു, എങ്കിലും അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാമായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്താണ്, ഏകദേശം ഒരു വർഷത്തോളമാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളുമായി ബന്ധമുണ്ടാകുന്നത്. ഞാൻ സ്മാർട്ട് ഫോണൊന്നും അധികമായി ഉപയോഗിക്കുന്ന ആളല്ല, ചെറിയ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു കൊല്ലം മുമ്പാണ് സ്മാർട്ട് ഫോണൊക്കെ എൻ്റെ കൈവശം വന്നത്. അതിനുശേഷമാണ് ഞാൻ ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും എനിക്ക് ദൈവം തരുന്ന അറിവിൻ്റെ വചനങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അജിത് ബ്രദർ എന്ന പേരിലൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു പോയി. അതിൻ്റെ പിന്നിലും ഒരുപാട് കാരണങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇന്ത്യയിലെ അനേകം ക്രൈസ്തവ സഭകളുണ്ട്, വിഗ്രഹത്തെ ആരാധിക്കുന്ന അനേകം ക്രൈസ്തവ സഭകളുണ്ട്. വിഗ്രഹ ആരാധന ഉപേക്ഷിച്ച പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട അനേകം സഭകളുമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും പലർക്കും പല അഭിപ്രായമാണ്. എന്നാൽ വിഗ്രഹത്തെ ആരാധിക്കുന്ന സഭകളുടെ എല്ലാ കത്തോലിക്ക, ഓർത്തഡോക്സ്, മർത്തോമ, യാക്കോബായ അങ്ങനെയുള്ള എല്ലാ സഭകളും ആരാധന എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് അവർ പറയുന്ന വിശുദ്ധ കുർബാന എന്നുള്ളതിനെയാണ് അവർ ആരാധന എന്ന് പറയുന്നത്. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. അതായത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആദ്യത്തെ സഭയാണ് ലുതറൻ ചർച്ച്. അവരുടെ ആരാധന എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല. രണ്ടാമത് വന്ന സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ച്, അവർ പറയുന്നു ശനിയാഴ്ച ശബത്ത് ആചരിക്കുന്നതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നു. പെന്തക്കോസ്തുകാർ പറയുന്നു ദൈവത്തിന് വേണ്ടി പാട്ടുപാടി അന്യഭാഷയിൽ സംസാരിക്കുന്നതാണ് ദൈവത്തിനുള്ള ആരാധനയെന്ന് അവർ പഠിപ്പിക്കുന്നു. എന്നാൽ ബ്രദറൻ സഭക്കാർ പറയുന്നു അന്യഭാഷ എന്നുള്ള സാധനം ഇല്ല, ദൈവത്തെ പാട്ടുപാടി ആരാധിക്കാം എന്നാണ് അവരുടെ ഭാഷ. എന്നാൽ ഇതൊന്നും ശരിക്കും ആരാധനയുടെ അർത്ഥമാകുന്നില്ല. ആരാധന എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ അറിയണമെങ്കിൽ തിരുവെഴുത്തൊന്ന് പരിശോധിച്ചേ കഴിയൂ. അല്ലാതെ വായിൽ തോന്നി വിളിച്ചു പറയുന്നതല്ല ആരാധന. ആരാധന ആദ്യമായി ചെയ്ത് എന്ന് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 25-ഉം 26 വാക്യങ്ങൾ കൂടിയാണ്. ആദാമിനും ഹൗവയ്ക്കും തങ്ങൾക്ക് നഷ്ടമായ ഹാബേൽ എന്ന പുത്രന് പകരമായി ദൈവം നൽകിയ പുത്രനായിട്ടാണ് ശേത്തിനെ അവർ കാണുന്നത്. ശേത്ത് ഒരു ഏനോശ് എന്നു പേരുള്ള മകന് ജന്മം നൽകിയ ശേഷമാണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ, നാമത്തിൽ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച പ്രകാരം അല്ലെങ്കിൽ സംസാരിച്ച പ്രകാരം അല്ലെങ്കിൽ വചനപ്രകാരം അല്ലെങ്കിൽ കൽപ്പിച്ച പ്രകാരം എന്നാണ് അർത്ഥം. അപ്പൊ യഹോവ തന്നെ എങ്ങനെ ആരാധിക്കണമെന്ന് ദൈവം പഠിപ്പിച്ച ആരാധന ആരംഭിക്കുന്നത് ഏനോശുടെയും കാലത്താണ്. അത് എങ്ങനെയാണെന്ന് അവിടെ പറയുന്നില്ല. ദൈവജനത്തിന്റെ പിതാവ് എന്ന് അവകാശപ്പെടുന്ന അബ്രഹാം ദൈവത്തെ ആരാധിച്ചു, പല ഭാഗങ്ങളിൽ ആരാധിച്ചു എന്ന് പറയുന്നു. ആ ആരാധനയിൽ കൂടിയാണ് ശരിയായ ആരാധന എന്താണെന്ന് വേദപുസ്തക പ്രകാരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഏറെക്കുറെ മനസ്സിലാക്കുവാൻ കഴിയും. അവൻ അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അപ്പോൾ അവിടെ പറയുന്നത് അബ്രഹാം ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു യാഗപീഠം പണിതു, അവിടെ ദൈവത്തെ ആരാധിച്ചു എന്നാണ്. അപ്പൊ യാഗപീഠം പണിയണമെങ്കിൽ അവിടെ യാഗം കഴിപ്പിക്കണം. മൃഗാളെയോ കുറുപ്രാവുകളെയോ
ആരെങ്കിലും അവിടെ യാഗം കഴിപ്പിച്ചിരിക്കും. അത് അവിടെ വ്യക്തമായി പറയുന്നില്ല. ഇന്നത്തെ കാലത്തുള്ള ആരാധന എന്നുള്ളത് യാഗം എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഭാഗത്തിലേക്ക് കടന്നതല്ല. ഇനി അതേ സ്ഥലത്ത് തന്നെ വീണ്ടും അബ്രഹാമും ഭാര്യ സാറായും ലോത്തും വന്നപ്പോൾ ഇതേ സ്ഥലത്ത് അന്ന് കൂടാരമടിച്ച് യാഗപീഠം പണിത് ആരാധന കഴിച്ച സ്ഥലത്ത് വീണ്ടും എത്തിയപ്പോൾ അവിടെ വീണ്ടും അബ്രഹാം അവിടെ ആരാധന കഴിച്ചു എന്നും യാഗം ചെയ്തു എന്നും അവിടെ പറയുന്നു. അബ്രഹാമും ഭാര്യ സാറായും ലോത്തും മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്തേക്ക് വരുമ്പോൾ ആദിയിൽ ഉണ്ടാക്കിയ ബഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി ദൈവത്തിനു വേണ്ടി ഉണ്ടാക്കിയ യാഗപീഠ കൂടാരത്തിൽ മടങ്ങി വന്ന് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു എന്ന് പറയുന്നു. അവിടെയും ആ യാഗം ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതൽ 33 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ പറ്റും ആദ്യ കാലഘട്ടത്തിലെ ആരാധന എന്നുള്ളത്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ സേവിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. അവിടെ എങ്ങനെയാണ് അബ്രഹാം ദൈവത്തെ സേവിച്ചുവെന്നും അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്നും അല്ലെങ്കിൽ ആരാധിച്ചുവെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് ഗെരാർ രാജാവായ അബീമേലെക്കും അദ്ദേഹത്തിന്റെ സേനാധിപനായ പിക്കോലും ചേർന്ന് അബ്രഹാം ഒരു ഉടമ്പടി ചെയ്യുന്നു. ആ ഉടമ്പടിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് അബ്രഹാം ഭാര്യ സാറായും ആ ദേശത്ത് വരുമ്പോൾ അബ്രഹാമിന് തന്റെ ഭാര്യയെക്കുറിച്ചൊരു ഭയമുണ്ടായിരുന്നു. കാരണം ആ സാറായി അതീവ സുന്ദരിയായ സ്ത്രീയായിരുന്നു. ആ സ്ത്രീയെ ആരെങ്കിലും മോഹിച്ചു കഴിഞ്ഞാൽ, താൻ സാറായിയുടെ ഭർത്താവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൊന്ന ശേഷം സാറായിയെ കൊണ്ടുപോകുമെന്ന് അദ്ദേഹം ഭയന്നു. കാരണം പരിചയമില്ലാത്ത ഒരു ദേശമാണ്, അവിടെ ജനങ്ങൾ എങ്ങനെയുള്ളവരൊന്നും അറിയില്ല. അബ്രഹാം ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു. സാറായിയെ കണ്ട് മോഹിച്ച് അവിടുത്തെ രാജാവായ അബീമേലെക്ക് സാറായി ആൾക്കാരെ കൊണ്ട് വിളിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുപോയി ആ സാറായിയെ ഭാര്യയാക്കുവാൻ അബീമേലെക്ക് ശ്രമിച്ചു. എന്നാൽ ആ രാത്രിയിൽ സ്വപ്നത്തിൽ ദൈവമായ യഹോവ അബീമേലെക്കിനോട് പറഞ്ഞു, നീ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്ന സാറായി മൂലം നിന്റെ ദേശം, നീയും നിന്റെ ദേശവും നശിക്കാൻ പോകുന്നു, തകരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് ഈ സാറായി അബ്രഹാമിനെ ഏൽപ്പിക്കുക, അവനെ കൊണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നീയും നിന്റെ ദേശവും നിന്റെ കുലവും നിന്റെ രാജവംശവും എല്ലാം നശിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഭയന്നുണർന്ന അബീമേലെക്ക് പ്രഭാതത്തിൽ തന്റെ എല്ലാ ആൾക്കാരെയും വിളിച്ച് കാര്യം പറഞ്ഞു. ഉടനെ അബീമേലെക്കിന് ആൾക്കാർ അബ്രഹാമിനെ വിളിപ്പിച്ച് അബ്രഹാമിനോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ പാപം ചെയ്ത്? നിന്റെ സ്വന്തം ഭാര്യയെ എന്തിനു നീ സഹോദരിയായി കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അബ്രഹാം പറഞ്ഞു, അവൾ എൻ്റെ സഹോദരി തന്നെയാണ്, പക്ഷേ എൻ്റെ ഭാര്യയുമാണ്. ഈ സൗന്ദര്യം മൂലം എന്നെ വധിച്ച് അവളെ സ്വന്തമാക്കും എന്ന് ഭയന്നത് കൊണ്ട് ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞു. സംഭവം പറഞ്ഞ് അബീമേലെക്ക് സാറായി അബ്രഹാമിന് മടക്കി കൊടുക്കുകയും തനിക്കും തന്റെ ദേശത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിച്ചു. അങ്ങനെ അബ്രഹാം ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ അബീമേലെക്കിനും ദേശത്തിനും വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന ദുരന്തം ഒഴിവാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. അബീമേലെക്കിനെ ദൈവം അനുഗ്രഹിച്ചു. അതിനുശേഷം ഈ അബീമേലെക്കും അബ്രഹാം തമ്മിൽ ചെറിയൊരു ഉടമ്പടി ഉണ്ടാക്കി. കാരണം അബ്രഹാമിന്റെ ആൾക്കാർ ഉണ്ടാക്കിയ കിണറുകൾ അബീമേലെക്കിന്റെ ആൾക്കാർ വന്ന് അവകാശം പറഞ്ഞ് അതിനെ സ്വന്തമാക്കുകയും ചിലർ അതിനെ മണ്ണിട്ട് മൂടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി അബ്രഹാം അബീമേലെക്കിനോട് സംസാരിച്ചപ്പോൾ, എനിക്ക് ആ വിഷയത്തെപ്പറ്റി അറിയില്ല, ഞാൻ അറിഞ്ഞതുമില്ല, ഞാൻ ഇക്കാര്യം അറിയണത് ആദ്യമാണെന്നും അറിയുകയും ചെയ്തു. മാത്രമല്ല അബ്രഹാമിന് അവിടെ കിണർ കുഴിക്കാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. അപ്പൊ അബ്രഹാം അബീമേലെക്കിന് അനേകം ആടുമാടുകളും മറ്റും സമ്പത്തൊക്കെ കൊടുത്തു. അതിനൊപ്പം 7 ആടുകളെ പ്രത്യേകമായി കൊടുത്തു. അപ്പൊ അബീമേലെക്ക് ചോദിച്ചു, ഇതെന്താണ് പ്രത്യേകമായ 7 ആടുകൾ? അപ്പൊ അബ്രഹാം പറഞ്ഞു, ഈ കിണർ
വേണ്ടിയുള്ള അവകാശത്തിനായി ഒരു ഉടമ്പടിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം, ആ ആടുകളെ കൊടുത്ത ശേഷം അബ്രഹാം അവിടെ ഒരു പിചുല വൃക്ഷം നട്ടു എന്നും പറയുന്നു. പിചുല വൃക്ഷം എന്ന് പറയുന്നത് പലരും പല വൃക്ഷങ്ങളെ പേരിലും പറയുന്നു. ചിലർ പറയുന്നു ഒലീവ് മരമാണ്. ഒലീവ് മരത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ആ മരം നട്ട് പൊടിച്ചു കഴിഞ്ഞാൽ, അത് വളർന്നു കഴിഞ്ഞാൽ അതിന്റെ കൊമ്പുകൾ എത്ര വെട്ടിക്കളഞ്ഞാലും വീണ്ടും കിളിർച്ചു കയറും. അതായത് ഉടമ്പടി, ആ ഉടമ്പടിക്ക് സമാനമായ ഒരു വൃക്ഷമാണ് അബ്രഹാം നട്ടത്. അതിനുശേഷം ദൈവത്തെ പ്രസാദിപ്പിച്ച ആരാധന നടത്തിയതായും അവിടെ പറയുവാൻ കഴിയും. ആരാധന എന്നത് യാഗമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതും അബ്രഹാമിന്റെ മറ്റൊരു ആരാധനയിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലാണ് അത് കാണുവാൻ കഴിയുന്നത്. വാർദ്ധക്യകാലത്ത് അബ്രഹാമിനും സാറായിക്കും ജനിച്ച പുത്രനാണ് ഇസഹാക്ക്. ഇസഹാക്ക് സാറായിക്കും അബ്രഹാമിനും പ്രിയപ്പെട്ട മകനാണ്. വയസ്സാം കാലത്ത് ദൈവം കൊടുത്ത ഒരു സന്തതിയാണ്. ഒരിക്കൽ അബ്രഹാമിനെ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി ദൈവം അബ്രഹാമിനോട് തൻ്റെ പുത്രനായ ഇസഹാക്കിനെ യാഗം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ പ്രകാരം അബ്രഹാം തൻ്റെ ആൾക്കാരുമൊപ്പം ഒരു മലകൾ മുകളിൽ കയറി തൻ്റെ ബാല്യക്കാരോട് നിൽക്കാൻ പറയുകയും ബാല്യക്കാരുകളോടും കഴുതകളെയും എല്ലാം അവിടെ നിർത്തിയിട്ട് തൻ്റെ മകനുമായി മല കയർന്ന് പോയി. അപ്പോൾ പറഞ്ഞൊരു വാക്യമുണ്ട്, അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാണ് അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെയും കൊണ്ട് മലമുകളിലേക്ക് കടന്നുപോയി. മലമുകളിൽ കടന്ന ശേഷം അബ്രഹാം അവിടെ യാഗപീഠം ഒരുക്കി, വിറകൊരുക്കി, എല്ലാം ഒരുക്കി. അതിനുശേഷം തൻ്റെ മകനായ ഇസഹാക്കിനെ വിറകൻ കീഴിൽ കിടത്തുകയും ആ കുഞ്ഞിനെ യാഗമാക്കുവാൻ കത്തി എടുത്ത് വയ്ക്കാൻ പോയ സമയത്ത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ മോനെ യാഗം കഴിക്കുവാൻ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പരീക്ഷിച്ചാകുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം മകനെ ആ യാഗപീഠത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഒരു യാഗവസ്തു ഒരു മരത്തിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുന്നതായും ആ മൃഗത്തെ എടുത്തുകൊണ്ടുവന്ന് അബ്രഹാം യാഗം ചെയ്തതായുമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത് ആരാധന കഴിപ്പിക്കുവാൻ ഞാനും മകനും കടന്നു പോകണം എന്ന് പറയണമെങ്കിൽ അതും ആരാധന എന്നുള്ളത് യാഗം തന്നെയാണ്. പരിപൂർണമായി ഉറപ്പിച്ച് പറയാം. ആരാധന എന്നാൽ ദൈവത്തിന് പ്രസാദകരമായ യാഗം കഴിക്കൽ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ഇനി ആരാധന എന്നുള്ളത് യാഗത്തിന് അപ്പുറമുള്ള ചില കാര്യങ്ങൾ ഉള്ളത്, 7 കാര്യങ്ങൾ ഉള്ളതായി 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അന്ന് ആ ദിവസം തന്നെ ദാവീദ് ആസാഫും അവന്റെ സഹോദരന്മാരും മുഖാന്തിരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ആദ്യം നിയമിച്ചത് എന്തെന്നാൽ, ആ നിയമത്തെ പറ്റിയാണ് പറയുന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ ആരാധിപ്പിൻ. 1-ാമത്തെ കൽപ്പന, യഹോവയുടെ നാമത്തിൽ യഹോവ കൽപ്പിച്ച പ്രകാരം അവനെ ആരാധിക്കിൻ. അത് എങ്ങനെയാണെന്നാണ് താഴെ പറയുന്നത്. 1-ാമത് പറയുന്നത്, ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ. ദൈവത്തിന്റെ ജനമായ 12 ഗോത്രങ്ങൾ അല്ലാത്തവർ, അവർക്ക് ഈ 12 ഗോത്രങ്ങളിൽപ്പെട്ട എല്ലാവരും അവന്റെ നാമത്തെ അറിയിക്കുക. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സുവിശേഷം എത്തിക്കുക. ദൈവത്തിന്റെ വചനം ജാതികളെ അറിയിക്കുക എന്നുള്ളതാണ് അവിടെയും ആദ്യം പറഞ്ഞത്. 2-ാമത് പറയുന്നത്, അവനെ പാടി കീർത്തനം ചെയ്യുകയും അവന്റെ അത്ഭുതങ്ങളൊക്കെയും വർണ്ണിപ്പിൻ, അവന്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവിൻ. അപ്പൊ യഹോവയ്ക്ക്
പാട്ടുകൾ പാടി അവന്റെ അത്ഭുതങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവന് വേണ്ടി പാട്ടുകൾ പാടി അവന്റെ വിശുദ്ധ നാമത്തിൽ പുകഴ്ത്തുവിൻ എന്നാണ് പറയുന്നത്. അത് യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ നാം. അങ്ങനെ പുകഴ്ത്തുമ്പോൾ യഹോവയെ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം അതുമൂലം സന്തോഷിക്കും എന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നത് യഹോവയും അവന്റെ ശക്തിയെയും തേടുവിൻ. യഹോവയും അവന്റെ ശക്തിയെയും തേടുവിൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശക്തി എന്നുള്ളത് പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവിനെ നമ്മൾ തേടുവിൻ. നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവിൻ. ദൈവത്തിന്റെ ആത്മാവിനെ ശരീരത്തിൽ കൊണ്ടുവരുവിൻ എന്നാണ് അതിനർത്ഥം. അടുത്ത് പറഞ്ഞത് അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. അവന്റെ ദാസനായ ഇസ്രായേലിന്റെ സന്താനമേ, അവന്റെ വൃതന്മാരായ യാക്കോബ് പുത്രന്മാരെ. വൃതന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സേവകരാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനും അത് ലോകത്തെ അറിയിക്കുവാനും ഉള്ളവരെയാണ് വൃതന്മാർ എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ മുഖം അന്വേഷിപ്പിൻ, അവന്റെ ദാസനായ ഇസ്രായേലിന്റെ സന്താനമേ എന്നാണ് പറയുന്നത്. അപ്പൊ അവന്റെ മുഖം അന്വേഷിക്കുവാൻ എന്ന് പറയുന്നത് വചനങ്ങൾ പഠിക്കുക. യഹോവയുടെ മുഖം എന്നുള്ളത് വചനമാണ്. ആ വചനത്തെ നമ്മൾ അന്വേഷിക്കുക, ഒന്ന് പഠിക്കുക. അടുത്ത് പറയുന്നത് അവൻ ചെയ്ത അത്ഭുതങ്ങളും അരുളി ചെയ്ത അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ. പഠിച്ച കാര്യങ്ങൾ, വചനങ്ങൾ, ദൈവം നൽകിയ വചനങ്ങൾ അത് ഓർത്തുകൊള്ളുക, അത് ജീവിതത്തിൽ പ്രമാണിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അവന്റെ വചനം 1000 തലമുറയോളവും അവന്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുവിൻ എന്നാണ് ആസാഫും അവന്റെ സഹോദരന്മാരെയും കൊണ്ടും ദാവീദ് പറയുവാൻ പറഞ്ഞത്. ദൈവത്തിന്റെ ആ പരിശുദ്ധമാൽ എഴുതപ്പെട്ട ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ആണ് ആരാധനയ്ക്ക് സമമായത്. പഴയ നിയമത്തിലെ ആരാധന യാഗം എന്നതാണെങ്കിലും ദൈവമായ യഹോവ മനുഷ്യരിൽ നിന്നും യാഗത്തേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രസാദിക്കുന്നത്, സന്തോഷിക്കുന്നത് മറ്റൊന്നാണ് എന്നുള്ളതാണ് ശമൂവേൽ വർണ്ണിക്കുന്നത്. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ എന്ന് ചോദിക്കുന്നു. തൊട്ടടുത്ത് ചോദിക്കുന്നു, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്നാണ് ശമൂവേൽ പറയുന്നത്. അത് യഹോവയുടെ വചനങ്ങളെ അനുസരിക്കുന്നത് മറ്റെല്ലാ ഹോമയാഗങ്ങളെക്കാളും ഹനനയാഗങ്ങളെക്കാളും യഹോവയ്ക്ക് പ്രസാദകരമാകുന്നു എന്ന് പറയുന്നു. ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നത് ഏതൊരു യാഗത്തെക്കാളും വലുതാണെന്ന് പറയുന്നു. അതേസമയം ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. മുട്ടാടുകളുടെ മേധസ് എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമായ മേധസ്സുള്ളത്, ഏറ്റവും കൂടുതൽ മേധസ്സുള്ള ആടിനെ ദൈവത്തിന് യാഗമായി അർപ്പിക്കണമെന്നാണ്. അതിനേക്കാളും വലിയ അർപ്പണമാണ് ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ കൽപ്പനകൾ ശ്രദ്ധിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ ശമൂവേൽ പറയുന്നത്. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരാധന എന്നാൽ യാഗമാണ്. എന്നാൽ യാഗത്തെക്കാളും വലിയ ദൈവത്തിന് സന്തോഷമുണ്ടാകുന്ന പ്രവൃത്തിയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതും അത് ശ്രദ്ധിക്കുന്നതും എന്ന് ദൈവത്തിന്റെ ആത്മാവ് ശമൂവേൽ കൂടി പറയുന്നു. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ള ആരാധന. മറ്റെല്ലാ യാഗത്തെക്കാളും വലുതാണ് ദൈവത്തിന്റെ കൽപ്പനകൾ ശ്രദ്ധിക്കുന്നതും അത് പ്രമാണിക്കുന്നതും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യാഗം എന്നുള്ള ഒരു ന്യായപ്രമാണ കൽപ്പന ഇല്ലാതാകും. കാരണം നിയമകർത്താവായ യേശു ഭൂമിയിലെ സകല മനുഷ്യരുടെയും പാപങ്ങൾക്കായി സ്വയം യാഗമായി എന്ന് തിരുവെഴുത്ത് പറയുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-10 അധ്യായങ്ങൾ അതിന് തെളിവാണ്. അതുകൊണ്ട് നമുക്ക് യാഗത്തിന്റെ ആവശ്യമില്ല,
പകരം യേശു പറഞ്ഞ കൽപ്പനകൾ പ്രമാണിക്കുന്നത് യാഗം ചെയ്യുന്നതിന് തുല്യമാണ്. അവിടെയും പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ ശ്രദ്ധിക്കുന്നതും പഠിക്കുന്നതും അത് പ്രമാണിക്കുന്നതും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും ഏറ്റവും വലിയ യാഗമാണ്, ഏറ്റവും വലിയ ആരാധനയാണ്. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബുദ്ധിയുള്ള ആരാധന എങ്ങനെയായിരിക്കണമെന്ന്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്നാണ് അവിടെ പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നാണ് അവിടെ കൽപ്പിക്കുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്നാണ് പറയുന്നത്. ആ പ്രസാദമുള്ള ആ ബുദ്ധിയുള്ള ആരാധന, അത് ദൈവവചനം പഠിക്കുന്നതും ദൈവവചനം പ്രമാണിക്കുന്നതും ദൈവവചനം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതുമാണ്. അതാണ് ഏറ്റവും ബുദ്ധിയേറിയ ആരാധന. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ആരാധന എന്താണെന്ന് തിരിച്ചറിയാൻ, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വിവരിക്കുന്നു. അത് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത്. ബുദ്ധിയുള്ള ആരാധന അതെന്താണ്? വിഗ്രഹം മുമ്പിൽ മെഴുകുതിരി കത്തിക്കുന്നതാണോ? അതോ പാട്ടും പാടി ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്ന അന്യഭാഷയിൽ സംസാരിക്കുന്നതാണോ? അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ശബത്ത് ആചരിക്കുന്നതാണോ ആരാധന? ആരാധന എന്നാൽ ദൈവവചനം പഠിക്കുന്നതും പ്രമാണിക്കുന്നതും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതുമാണ്. അതിൽ ഒന്നും കൂട്ടിച്ചേർക്കാനും പാടില്ല, അഴിക്കാനും ചെയ്യാനും പാടില്ല. അതാണ് ശരിയായ ആരാധന. എൻ്റെ വീഡിയോ കണ്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. വീണ്ടും അടുത്ത ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.